ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നന്ദിയോടുകൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഭാരപ്പെടാൻ, ഈ നിമിഷം തന്നെ ഉരുകി നശിക്കാൻ പറ്റുന്ന ചങ്ക് പിടപ്പിക്കുന്ന ഭാരങ്ങൾ നമ്മൾ അനേകർക്കുണ്ടാകാം. അതിനെക്കുറിച്ച് ചിന്തിച്ച് തല വീണ്ടും പുണ്ണാക്കി, മനസ്സ് മാറി വിഷാദിച്ച് തളർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് സകലരെ മുറിപ്പെടുത്തി നമുക്ക് ജീവിക്കാം. പക്ഷെ ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ നമ്മുടെ നെഞ്ച് പിടപ്പിക്കുന്ന പ്രാർത്ഥനയും യാചനയും നന്ദിയോടെ, നന്ദി കർത്താവേ, നന്ദി, എന്നെ പിടപ്പിച്ചവരെ, എന്നെ ചതിച്ചവരെ, എന്നെ തകർത്തവരെ, എന്നെ മുറിപ്പെടുത്തിയവരെ, എനിക്ക് വന്ന സംഭവങ്ങളെ, എനിക്ക് ചുറ്റുമുള്ള കെണികളെ ഓർത്ത് നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ ധാരണകളെയൊക്കെ തോൽപ്പിക്കുന്ന, ചിന്തിക്കാനാവാത്ത മഞ്ഞുപോലെ പെയ്തിറങ്ങുന്ന ഒരു സമാധാനം കൊണ്ട് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും യേശു എന്ന ദൈവം കാത്തുകൊള്ളും. നങ്കൂരമിട്ട് ദൈവസന്നിധി നിൽക്കാൻ ഒരാത്മാഭിഷേകത്തിൻ്റെ സമാധാനം, മറ്റൊരിടത്തും കിട്ടാത്തൊരു സമാധാനം കൊണ്ട് പാവപ്പെട്ട നിന്റെ ഹൃദയത്തെ കർത്താവ് പൂട്ടിവെക്കും. മറ്റാർക്കും തകർക്കാൻ പറ്റാത്ത സ്വർഗസമാധാനത്തിൻ്റെ പൂട്ടിവെക്കും. ആമേൻ, ആമേൻ, ആമേൻ.